ഫ്രണ്ട്സ്, അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാണ്. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന ആ ഒരു യൂട്യൂബ് സെറ്റപ്പ് എന്തൊക്കെയാണെന്ന്, എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് ഞാൻ വീഡിയോ ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നു. ഭയങ്കര സെറ്റപ്പോ സ്റ്റുഡിയോ സെറ്റപ്പോ ഒന്നുമില്ല. എല്ലാ യൂട്യൂബേഴ്സും ചെയ്യുന്ന പോലെയുള്ള സ്റ്റുഡിയോയും കാര്യങ്ങളും ഒന്നും നമുക്കില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. കാരണം അത്രയ്ക്കുള്ള ചെറിയ ചാനലാണല്ലോ നമ്മുടെ. വലിയ ചാനൽ വളർന്നതനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് കഴിഞ്ഞാൽ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് മോട്ടറോളയുടെ G42 എന്ന് പറയുന്ന ഒരു ഫോണിനകത്താണ് ഷൂട്ട് ചെയ്യുന്നത്. സംസാരിക്കുന്ന മൈക്ക് ഡിജിടെക്കിന്റെ ഈ ഒരു മൈക്കാണ്. ഈ ഒരു വീഡിയോയിൽ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന ഈ ഒരു മൈക്ക് ഡിജിടെക്കിന്റെ ഒരു മൈക്കാണ്. പിന്നെ ഞാൻ ഇവിടെ എഡിറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഇതാണ്, ലെനോവോന്റെ തിങ്ക് പാഡ് ആണ്. ലെനോവോന്റെ തിങ്ക് പാഡ് T470 എന്ന് പറയുന്ന ഒരു i5 പ്രോസസ്സറും ഒക്കെ വെച്ചിട്ടുള്ള സാധാ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പ്. പിന്നെ ഇവിടെ ഒരു ബെൻക്യൂന്റെ ഒരു മോണിറ്റർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് കുറച്ച് വലിയൊരു സ്ക്രീൻ ആണെങ്കിൽ എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ചുകൂടി സൗകര്യമായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ബെൻക്യൂന്റെ മോണിറ്റർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എൻ്റെ ഒരു പഴയ ലാപ്പാണ്, അത് മറ്റേ ഏസറിന്റെ ഒരു പഴയ ലാപ്പ് വെച്ചിട്ടുണ്ട്. ഇതിനകത്താണ് നമ്മുടെ ചാനൽ മാനേജ് ചെയ്യുന്നത്. കാരണം ഇതൊരു ലിനക്സ് ബേസ് ചെയ്തിട്ടുള്ള ഒരു OS ആണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വിൻഡോസിനേക്കാളും കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ളത് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനും ചാനലിന്റെ മറ്റേ യൂട്യൂബ് സ്റ്റുഡിയോ കൈകാര്യം ചെയ്യാനും എല്ലാത്തിനും ഈ ഒരു ഏസർ ആണ് ഉപയോഗിക്കുന്നത്. ഏസറിന്റെ ലിനക്സ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നത്. ലിനക്സ് മിന്റ് എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ മാക് ഉണ്ടെങ്കിൽ നമുക്ക് മാക് ഉപയോഗിക്കാം. കാരണം വിൻഡോസിനെ അപേക്ഷിച്ചിട്ട് ലിനക്സിനും മാക്കിനും കുറെ കൂടി സെക്യൂരിറ്റി കൂടുതലാണ്. അത്ര പെട്ടെന്നൊന്നും ഹാക്ക് ചെയ്തുകൊണ്ട് പോകാനൊന്നും പറ്റില്ല. വിൻഡോസ് ഒക്കെ ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് പൊട്ടിക്കാം. പക്ഷേ ലിനക്സും മാക്കും അത്തരത്തിൽ പെട്ടെന്നൊന്ന് ഹാക്ക് ചെയ്തുകൊണ്ട് പോകത്തില്ല. അതുകൊണ്ട് തന്നെ ചാനൽ മാനേജ് ചെയ്യുന്നത് ഈ ഒരു സാധനത്തിനകത്താണ്. പിന്നെ ലൈറ്റ് സെറ്റപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ 2 ട്യൂബ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. 2 LED ട്യൂബ് ലൈറ്റ് 2 സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചാൽ ലൈറ്റ് അപ്പ് ചെയ്യുന്നത്. പിന്നെ ഇരിക്കുന്നത് ഒരു ട്രൈപോഡ്, അത് വെച്ചിട്ടാണ് ഫോൺ വെക്കുന്നത്. പിന്നെ ഇവിടെ അത്യാവശ്യം എൻ്റെ ഫേസ് ഒന്ന് ലൈറ്റ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു റിംഗ് ലൈറ്റും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഇരുന്ന് വീഡിയോ എടുക്കും. ഭയങ്കര ചെയറും കാര്യങ്ങളൊന്നും കിടലോട്ടൊന്നും ഇല്ല. ഇത്രയൊക്കെ സെറ്റപ്പ് ഒക്കെ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് എടുക്കുന്നത്. പിന്നെ ലാപ്പൊക്കെ ഭയങ്കര ബേസിക് ആയിട്ടുള്ള ലാപ്ടോപ്പാണ്. ഭയങ്കര വൺ സെറ്റപ്പും കാര്യങ്ങളൊന്നും അല്ല. ഏറ്റവും ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ലാപ്ടോപ്പും കാര്യങ്ങളാണ്. പിന്നെ നമ്മളിപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് സൗണ്ട് എടുക്കുന്നത് നമ്മൾ ലാപ്പിനകത്ത് ഈ ഒരു മൈക്ക് കണക്ട് ചെയ്യുന്നത് മറ്റേ ബോയയുടെ BY-M1 എന്ന് പറഞ്ഞ് ബോയ M1 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വയേർഡ് മൈക്കാണ്. കൈ അഴയ്ക്കുന്നു. ഈ ആൾക്കാർ ഇതൊക്കെ എങ്ങനെ ഈ ഫോൺ ഇങ്ങനെ മണിക്കൂറുകളോളം പിടിച്ച് വ്ളോഗ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത്രയും നേരം പിടിച്ചിരുന്നപ്പോൾ തന്നെ കൈ അഴയ്ക്കുന്നുണ്ട്. ഓരോരുത്തന്മാര് എങ്ങനെയാ വ്ളോഗ് ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ലാപ്പിൽ നിന്നുള്ള സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നത്. സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് പല ട്യൂട്ടോറിയൽ വീഡിയോസ് നമ്മൾ ചെയ്യുമല്ലോ. അപ്പൊ അത് അങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ ലാപ്പ് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു സാധാ ലാപ്ടോപ്പ് തിങ്ക് പാഡ് ആണ്. തിങ്ക് പാഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി കാര്യങ്ങൾ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്ര ഒരു ഇതേ ഉള്ളൂ. പിന്നെ i5 6th ജനറേഷനോ മറ്റോ ആണ്. ഒരു 8 GB റാം ഉണ്ട്. ഗ്രാഫിക്സും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ക്യാംടേഷ്യ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട് കമ്പ്യൂട്ടറിനകത്താണെങ്കിലും. പിന്നെ മൊബൈലിനകത്താണെങ്കിൽ ഇൻഷോട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇൻഷോട്ട് വെച്ചാണ് എഡിറ്റ് ചെയ്യുന്നത്. നമുക്ക് അത്രയേ ഉള്ളൂ. നമുക്ക് പിന്നെ ഭയങ്കരമായിട്ടുള്ള എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ജസ്റ്റ് കട്ട് ചെയ്ത് വിടുക അതല്ലേ ഉള്ളൂ. പിന്നെ ഈ ട്യൂട്ടോറിയൽ ടൈപ്പ് വീഡിയോസ് ഉണ്ടല്ലോ, അതായത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുള്ള വീഡിയോസ്, അതൊക്കെ എഡിറ്റ് ചെയ്യാനാണ് ക്യാംടേഷ്യ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയൊക്കെയാണ് സെറ്റപ്പ്. പിന്നെ ലാപ്ടോപ്പ് പൊങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഇത് കണക്കത്തൊരു ചെറിയ സ്റ്റാൻഡ്, ഈ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് ഹൈറ്റ് ഒരുപാട് നേരം നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഹൈറ്റ് കുറച്ച് സെറ്റപ്പ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് മീഷോയിൽ നിന്ന് വാങ്ങിയ ഏതാണ്ട് ഒരു 300 രൂപയോ മറ്റോ കണ്ട ഇതിന്റെ വിലയുള്ളൂ. അപ്പൊ ഈ ഒരു സാധനം വെച്ചിട്ടാണ് ഞാൻ അത് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ എന്റെ ഫോണിനകത്ത് ഒരുപാട് നേരം ചാർജ് നിൽക്കത്തില്ല. അപ്പൊ ഇവിടെ ഷവോമിയുടെ ഒരു 30,000 അല്ലേ, 30,000 mAh വരുന്നത്. ഇതിപ്പോ വാങ്ങിയിട്ട് ഏതാണ്ട് ഒരു 3-4 കൊല്ലം ആയി. അന്നൊരു 2,500-3,000 അടുപ്പിച്ച് അങ്ങോട്ട് വില ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സാധനം വെച്ചിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇത് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഫോണിൽ ഒരുപാട് നേരം ചാർജ് നിൽക്കത്തില്ല, പഴയ ഫോണാണ്. അപ്പോൾ അതാണ് സംഭവം. അപ്പൊ ഇത്രയും മിനിമൽ ആയിട്ടുള്ള സെറ്റപ്പ് വെച്ചാണ് തുടങ്ങുന്നത്. ഇത്രയും മിനിമൽ ആയിട്ടുള്ള സെറ്റപ്പ് വെച്ചും ചാനൽ തുടങ്ങാം എന്നാണ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഭയങ്കര DSLR ക്യാമറയോ അല്ലെങ്കിൽ മൈക്കോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഇത് വെച്ച് തന്നെ ഒരു അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ഫോൺ. ഇപ്പൊ എല്ലാവരുടെ കയ്യിലും എങ്ങനെ പോയാലും ഒരു 15-20 രൂപ അടുപ്പിച്ചുള്ള ഫോണുകളൊക്കെ എല്ലാവരുടെയിലും ഉണ്ട്. അത്യാവശ്യം കൊള്ളാവുന്ന ക്യാമറകൾ തന്നെയാണ് ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ മൊബൈലിനകത്തും വരുന്നത്. എന്റെ ഇരിക്കുന്ന ഈ ഫോൺ തന്നെ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള ഫോൺ. ഏകദേശം ഒരു അന്ന് ഓഫർ എല്ലാം കൂടെ പോയിട്ട് 9,000 രൂപയ്ക്ക് അകത്തം കണ്ടാണ് ഈ ഒരു ഫോണിന് വില വന്നത്.
അപ്പോൾ അതിൽ തന്നെ ഈ ഒരു ക്വാളിറ്റി എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലൈറ്റ് സെറ്റപ്പ് കിട്ടില്ലാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോസ് പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ എന്നെ കാണാനായിട്ട് അത്യാവശ്യം കാണാൻ പറ്റുന്നില്ലേ, അത്യാവശ്യമല്ല അധികം കാണാൻ പറ്റുന്നില്ലേ, ഈ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോസ് ഇട്ട് തുടങ്ങി അത്യാവശ്യം റീച്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് ക്യാമറയോ കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ല മൊബൈലോ ഒക്കെ അപ്ഗ്രേഡ് ചെയ്യാം. അപ്പോൾ എല്ലാം അപ്ഗ്രേഡ് ചെയ്തിട്ട് നമുക്ക് തുടങ്ങാമെന്ന് വിചാരിച്ചിരുന്നാൽ ഒന്നും നടക്കത്തില്ല. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഇരിക്കുന്ന ആൾക്കാർ ഇനി എല്ലാം ഒപ്പിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പൊ അത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഇത്ര സെറ്റപ്പേ ഉള്ളൂ, വേറെ കൂടുതലായിട്ടുള്ള പരിപാടികളൊന്നുമില്ല. ഇനിയിപ്പോ ഇവിടെ ബാക്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. എന്ന് വെച്ചാൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ഭിത്തി കാണുമ്പോഴത്തേക്കും ഒരു ബോറല്ലേ. അപ്പൊ അതുകൊണ്ട് കുറച്ച് എന്തെങ്കിലും ഒരു വാൾപേപ്പർ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശിക്കണം. പിന്നെ മുമ്പ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ ഇവിടെ മറ്റേ ഗ്രീൻ സ്ക്രീൻ ഇട്ടിരുന്നു. പച്ച തുണി കംപ്ലീറ്റ്, ഈ വാളും കംപ്ലീറ്റ് പച്ച തുണി ഇട്ടിട്ട് അതിന്റെ ഫ്രണ്ട് ചെയ്തിട്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യും. എന്നിട്ട് ഈ പച്ച തുണീനെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് അവിടെ വേറെ ബാക്ക്ഗ്രൗണ്ട് തൊട്ട് കയറ്റി വയ്ക്കും. അതെന്ന് വെച്ചാൽ ഭയങ്കര പാടാണ് ചെയ്യാൻ. അത്യാവശ്യം നല്ല ഒരു മൊബൈലോ അല്ലെങ്കിൽ സിസ്റ്റമോ ഉണ്ടെങ്കിൽ അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഗ്രീൻ സ്ക്രീൻ കട്ട് ചെയ്യാനൊക്കെ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ലാപ്പൊക്കെ അത് ഗ്രീൻ സ്ക്രീനൊക്കെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഒരു വീഡിയോ ചെയ്യാൻ തന്നെ ഒരു ദിവസം മൊത്തം പോകും. ഇതാകുമ്പോഴത്തേക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഇൻഷോട്ട് ഇട്ട് 2 കട്ട് ചെയ്ത് കളയുന്ന പരിപാടി കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഗ്രീൻ സ്ക്രീനൊക്കെ വെച്ചിട്ട് നമുക്ക് കിട്ടുന്നതായിട്ടൊക്കെ ചെയ്യാൻ പറ്റും. നല്ല ലാപ്പും അല്ലെങ്കിൽ നല്ല ഫോണൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എഡിറ്റിംഗ് ഒക്കെ ഭയങ്കര ടാസ്ക് ആയിരിക്കും. ഇതാകുമ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണ്, മൊബൈലിൽ അങ്ങോട്ട് വീഡിയോ ഷൂട്ട് ചെയ്യും, സ്ക്രീൻ റെക്കോർഡ് ചെയ്യണമെങ്കിൽ അത് ഈ ലാപ്പിനകത്ത് ക്യാംറ്റേഷ്യ വെച്ചിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്യും, എന്നിട്ട് ഇത് രണ്ടും കൂടെ മെർജ് ചെയ്ത് അങ്ങ് എടുക്കും, അത്ര കേസേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാത്ത വീഡിയോസ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഇൻഷോട്ട് ഇട്ടിട്ട് വേണ്ടാത്ത പോർഷൻസ് കട്ട് ചെയ്ത് കളയും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ യൂട്യൂബിന്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. സെറ്റപ്പ് ഒന്നും പറയാനായിട്ടില്ല, ഒന്നുമില്ല, വെറുതെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.